ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞുവാവ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് അതെ, അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പാക്കിംഗ് ആണ് ഇതെല്ലാം. ചേട്ടാ, ഞാൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ചങ്ക് പൊട്ടി പോയി സത്യം പറഞ്ഞത് കേട്ട്. അവരുടെ അവസ്ഥ, കാരണം പ്രഗ്നന്റ് ആണ്, 7 മാസമാണ്. അപ്പം പട്ടിണി കിടക്കും, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥ. ചിന്തിച്ചു പോയി. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തു. ഇതാ വരുന്നു, ദാണ്ടവർ വരുന്നത്. പരമ ദരിദ്രമായിട്ടുള്ള അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ 7-ാം മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന ആള് എറണാകുളത്ത് നിന്ന് ഇടുക്കി വരെ 100-120 കിലോമീറ്റർ ബസ് കയറി വന്ന് ഈ സാധനം എല്ലാം മേടിച്ചിട്ട് പോകാനായിട്ട് നാളെ അഡ്മിറ്റ് ആകാൻ നിൽക്കുന്ന ആൾ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അത്രത്തോളം മോശമാണ്. വിളിച്ച് കണ്ടത് ഇന്നലെ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വിചാരിക്കും ഞങ്ങൾ എന്താ ഇതൊക്കെ ആയിട്ടിരിക്കുന്നതല്ല, ഞങ്ങളപ്പോ ഒരു ഹോസ്പിറ്റൽ പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആണിത്. അതെ, ഞങ്ങളൊരു മെറ്റേണിറ്റി പാക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ എല്ലാ മെറ്റേണിറ്റി പാക്കിങ്ങിലുള്ള സാധനങ്ങൾ ഫുൾ ഇവിടെ നേരത്തെ ഇവള് തുമ്മി തൂറി കരഞ്ഞിരിക്കുകയാണ്. പഴയ സാധനങ്ങളാണ്. പഴയ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളായിട്ട്, ഇപ്പം ഒരു വർഷത്തോളമായി നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം 1.5 വർഷത്തോളമായി എല്ലാം പാക്ക് ചെയ്ത് കവറിനകത്താക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ അനക്കാതെ വെച്ചിരുന്നോണ്ട് തന്നെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട്. ഓൾറെഡി അലർജി ഉള്ളത് കൊണ്ട് തന്നെ പൊടി അടിച്ചിട്ട് തുമ്മലും കണ്ണ് ചോർച്ചിലൊക്കെ ആയിട്ട് കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പം ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ്. ഇന്നലെ തൊട്ട് അവിടെ ഇവിടെ എല്ലാം കയറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കിയെടുത്ത് നല്ല പോയിട്ടില്ല കേട്ടോ. നല്ല ഇപ്പോഴും എനിക്ക് ചെറിയൊരു പൊടി മതി, ഭയങ്കര അലർജിയാണ്. ഇന്നലെ എനിക്ക് ജലദോഷം കൂടിയിട്ട് ഭയങ്കര തുമ്മലായി. ലാസ്റ്റ് ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ നമ്മൾ ഇത് ഇന്നലെ തൊട്ട് തുടങ്ങി എല്ലാം എടുത്ത് വെച്ചു. ഇന്നും ആണ് കംപ്ലീറ്റ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇത്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് നേരെ ഇതെല്ലാം പാക്ക് ചെയ്ത് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോ എന്തിനാ പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞുവാവ, ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞുവാവ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് വരാൻ വേണ്ടി അതെ, അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പാക്കിംഗ് ആണ്, ഇതെല്ലാം തയ്യാറെടുപ്പുകളാണ്. അപ്പോ എന്തായാലും കുറെ വേറെ ഉണ്ട്, കുറെ എടുത്ത് ഞങ്ങൾ ഇതെല്ലാം എടുത്ത്. മെറ്റേണിറ്റി ഡ്രസ്സുകൾ കണ്ടോ, ഇത് എടുത്താ പൊങ്ങാത്ത പോലെ തന്നെ ഒരു ലോഡ് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റേണിറ്റി ഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഇത് ഫുള്ള് ഫീഡിങ് ഡ്രസ്സാണ്. അതായത് സിബ് ഉള്ളത് സിബ് ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അതെല്ലാം സെപ്പറേറ്റ് കാണിക്കാം. നമ്മൾ പാക്കിങ് ഫുള്ള് കാണിക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം കുഞ്ഞുവാവയുടെ ഒരു ബെഡ് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ 2 ബെഡ്. ഒന്ന് ഇത് ഈ ഒരു ബെഡ്, ഇത് ഒരു 3 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ ഒരു കുഴപ്പവും ഇല്ല. നമ്മളധികം ഉപയോഗിച്ചിട്ടേ ഇല്ല ഈ സാധനമൊക്കെ. 1-2 കൊതുകൊക്കെ ഉള്ള സമയത്ത് മാത്രം 1-2 പ്രാവശ്യം ഉപയോഗിച്ചതുള്ളൂ. ഈ സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് നല്ല രസമാട്ടോ. 2 പില്ലോ ഒക്കെ ഉണ്ട്. ഇത് കൂട്ട് നമുക്ക് ഓർണ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ല, ഇതേ ഓർണ വന്നുള്ളൂ അല്ലേ? പിന്നെ ഇത് നല്ല ഒരു ഹാങ്ങിങ് പോലെ ഒരു നക്ഷത്രം ഉണ്ട്. ഇതിനകത്ത് കണ്ട നെറ്റ് ഉണ്ട്. ഇതൊക്കെ പുത്തൻ പോലെ തന്നെ ഇരിക്കുക. അതായത് അനക്കാതെ വെച്ചിട്ടുള്ള ആ ഒരു പൂപ്പൽ മണം വരുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വെയിലത്തിട്ടു. എമർജൻസി ആയിട്ട് ഇത് കൊണ്ടുപോകേണ്ടതുകൊണ്ട് നമ്മള് കഴുകി പെറുക്കി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ അതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. നല്ലൊരു ബ്ലാങ്കറ്റ് ആണ്. കാരണം പിന്നെ ഒരു ഫീഡിംഗ് പില്ലോ ഉണ്ട് കേട്ടോ. ഇപ്പൊ വെയിലത്തിട്ട് കുടഞ്ഞെടുത്താൽ പോലും ഞാൻ പറഞ്ഞില്ല, പൊടിയെന്ന് എനിക്ക് എഴുതി കാണിച്ചാൽ എനിക്ക് അലർജിയാണ്. പൊടിയൊന്നും കാണാനില്ല ഇതില്. പക്ഷെ കുഞ്ഞു പൊടികൾ, അലർജി ഉള്ളവരുടെ പ്രത്യേകത അറിയാലോ. ചെറിയൊരു സാധനം ഞാൻ പറഞ്ഞില്ല, പുതുപുത്തൻ സാധനമാണ് ഇത്. ഈ പില്ലോ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, പില്ലോ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സാധനം തൊട്ടിട്ടില്ല. ഈ സാധനം ഇതൊന്നും ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ അതേപോലെ പിന്നെ ഈ ഒരു ബാഗിലേക്ക് ഞാൻ സാധനങ്ങളുണ്ട്. കുഞ്ഞുടുപ്പുകളാണ്, കുറെ കുഞ്ഞുടുപ്പുകൾ. പിന്നെ ഇത് കൂട്ട് ടർക്കി ഇല്ലേ, കുഞ്ഞു പിള്ളേരെ പൊതിയുന്ന ടർക്കി. ഇതിലും ഉണ്ട് ഫീഡിങ് ഡ്രസ്സുകൾ കുറച്ചുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഥയിലോട്ട് വരാം കേട്ടോ. കഥ നമ്മൾ പറഞ്ഞ ആദ്യം കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണ് നമ്മൾ എടുത്ത് വെക്കുന്നതെന്ന് ഫുള്ള് കാണിക്കാം. അതായത് ഇന്നലെ ഞങ്ങൾക്ക് ഒരു കോള് വന്നപ്പോൾ മിനിങ്ങാന്ന് രാത്രി, ശനിയാഴ്ച രാത്രിയിൽ ഒരു കോള് വന്നു. ശനിയാഴ്ച രാത്രി കോള് വന്നു പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോള് വരുന്നത്. കോള് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഒരുപാട് പറയാറുണ്ട്. അത്രമേൽ എമർജൻസി ആണെങ്കിൽ നമുക്കറിയാം 2-3 തവണ കോള് വരും. കോളുകൾ ഞാൻ അങ്ങനെ അധികം എടുക്കാറില്ല. മിനിങ്ങാന്ന് രാത്രിയിലാണ് ഒരു കോള് വരുന്നത്, ശനിയാഴ്ച രാത്രിയിൽ. അപ്പോൾ ഒരുപാട് കോള് വന്നാലേ നമ്മൾ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കും. ഞാൻ പറയും, കോള് വിളിക്കുമ്പോഴേ ഞാൻ പറയും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് കേട്ടിട്ട് അതിൻ്റെ എമർജൻസി മനസ്സിലാക്കി വെറുതെ സംസാരിക്കാനൊക്കെ ചുമ്മാ ഒരുപാട് നേരം വെറുതെ സംസാരിക്കാൻ വിളിക്കുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ മാത്രം ഞാൻ റിപ്ലൈ കൊടുക്കും. അല്ലാതെ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകും. അപ്പോൾ എമർജൻസി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു. അപ്പോൾ ഒരു മെസ്സേജ് ചേച്ചിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയാണ് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങൾ ഞാൻ ചോദിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു. അന്നേരം ഇപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ഇവളോടാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവളുടെ ഫോൺ വിളിച്ചു കൊടുത്തു. അങ്ങനെ ഇവിടെ സംസാരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, എന്നെക്കാളും പ്രായം കുറവാണ്. അപ്പം ഇപ്പം 7ാം മാസമാണ്. നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ 7ാം മാസമാണെങ്കിലും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് 7ാം മാസം അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാല് ഫീഡിങ് ഡ്രസ്സുകള്. സാധാരണ നമ്മളെ ആരെങ്കിലും വിളിച്ച ഉടനെ പൈസ ചോദിക്കുന്ന ഒരു ഏർപ്പാട്. അപ്പൊ അങ്ങനെ സ്ഥിരം ഒരുപാട് കോളുകൾ വരാറുണ്ട്. കാരണം നമ്മൾ ഈ പൈസ കൊടുത്തുള്ള വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് ആകെ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. ചേച്ചിയല്ല, അനിയത്തി. അതെ, അനിയത്തി. നമ്മളൊരു ബഹുമാനം കൊടുത്ത് സംസാരിച്ചതാണ്. അപ്പൊ നമ്മളെല്ലാരും അങ്ങനെ തന്നെ സംസാരിച്ച് നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ്. അതെ. അപ്പൊ ഇത്ര എന്നോട് പറഞ്ഞുള്ളൂ, എനിക്ക് പഴയ നിങ്ങളുടെ ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഫീഡിങ് ഡ്രസ്സുകള്, കുഞ്ഞിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മള് ആദിക്കുട്ടന്റെ അന്നക്കുട്ടിയുടേതുമായ കുറെ സാധനങ്ങൾ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ, അതായത് ഈ കോള് വരുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ ഞാൻ ചിന്തിച്ചേ ഉള്ളൂ, അയ്യോ ഈ ബെഡൊക്കെ ഒട്ടും ഉപയോഗിക്കാതെ ഒരു കുഴപ്പമില്ലാതിരിക്കുവാണല്ലോ, ഇതൊക്കെ എടുത്ത് കളയണോ, എന്താരേലും ചോദിക്കണോ, കൊടുക്കാറുന്നില്ലെന്ന് വിചാരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഈ കോള് വന്നേട്ടോ. ധ്യാനം കൂടിയിട്ട് വന്ന എന്തായാലും ദൈവം കൊണ്ട് തന്നാണ്. കറക്റ്റ് വേണ്ട ആള് നമ്മളെ വിളിച്ചു. അതുപോലെ തന്നെ ഒരു മാസം മുന്നേ ഒരുപാട് ഡ്രസ്സുകൾ എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ അത് പിന്നെ നോക്കുമ്പോ എല്ലാം അത്രമാത്രം മുഷിഞ്ഞോണ്ടാണ് എടുത്ത് കളഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സുകൾ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുടുപ്പുകളൊന്നും കൊടുക്കാനായിട്ട് സത്യം പറഞ്ഞില്ല. കാരണം നമ്മൾക്ക് അന്നക്കുട്ടിക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. കുഞ്ഞുടുപ്പുകളൊന്നും നമ്മുടെ കയ്യിലില്ല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ആദിക്കുട്ടന്റെ കുഞ്ഞുടുപ്പുകളാണ് നമ്മൾ അന്നക്കുട്ടിക്ക് വേണ്ടി യൂസ് ചെയ്തത്. ഞാൻ പിന്നെ അവരുടെ ഒരു അവസ്ഥ പറയാം. വളരെ കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. അവരാരാന്നോ എന്താന്നോ ഒന്നും നമ്മൾ കാണിക്കുകയില്ല. കാരണം അതുപോലെ തന്നെ നമ്മള് കുറെ നമ്മളതിൽ നിന്ന് മറക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് എനിക്ക് പറ്റി വരുന്നെങ്കിൽ ഇത് ഞാൻ അവിടെ കൊടുത്തേനെ. പക്ഷേ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്ക് കൈക്ക് ഞാൻ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ റെസ്റ്റിലാണ്, വീട്ടിലാണ്. ഞാൻ ഒരു 10-20 കിലോമീറ്ററോളം അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അതും ആ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തി ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ പോലും അവരുടെ ആവശ്യം അത്രത്തോളം അധികമായതുകൊണ്ട് അവര് വണ്ടി കയറി ആ 7ാം മാസത്തിൽ നാളെ അഡ്മിറ്റ് ആകാൻ പോകേണ്ട ആൾ ഇങ്ങോട്ട് ബസ് കയറി വരുവാണ്. എനിക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തതിന്. എനിക്ക് കൈക്ക് പൂർണ്ണ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫുൾ ടൈം ഇവിടെ മരുന്നിട്ടിരിക്കുന്ന, ഇപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാത്രം ഞാൻ മരുന്നിട്ടില്ല. ഫുൾ ടൈം ഇവിടെ പച്ചമരുന്ന് അരച്ചിട്ട് കഷായം 4 നേരം കഷായം കുടിക്കുന്നുണ്ട്. കഷായം കുടിച്ച് അതുപോലെ മരുന്നുകളും എടുത്തിട്ട് 10 എടുത്ത് 4 ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ചെയ്യാൻ പോയതെല്ലാം പിഴച്ചു പോകും. അതുകൊണ്ടാണ് ഡ്രൈവ് ചെയ്ത് ഞാൻ അവിടെ വരെ പോകാത്തത്. ഡ്രൈവ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാനൊരു 20 കിലോമീറ്റർ പോവാണ്. കാരണം അവരുടെ അവസ്ഥ, അവരെ അത്രത്തോളം ഇങ്ങോട്ട് വരുത്തണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പരമാവധി അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അവസ്ഥ, അവരുടെ സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം അത്രയ്ക്കും ഇന്നലെ വിളിച്ചിട്ട് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ചങ്ക് പൊട്ടിപ്പോയി. ചേട്ടാ, ഞാൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ചങ്ക് പൊട്ടിപ്പോയി സത്യം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ. എന്നെ പറയണമെന്ന് അറിയത്തില്ല. ഹസ്ബൻഡ് വയ്യാതെ, ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി. അതാണ് അവസ്ഥ അവരുടെ. അത് ഞാൻ ദൈവമേ എന്ന് ഞാൻ വിളിച്ചു, ദൈവമേ ഈ കഷ്ടപ്പാട് ഇങ്ങനെ അനുഭവിക്കുന്നവരൊക്കെ എന്തെങ്കിലും കൊടുത്തുകൂടെ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം അവരുടെ അവസ്ഥ, കാരണം പ്രഗ്നൻ്റ് ആണ്, 7 മാസമാണ്. അപ്പം പട്ടിണി കിടക്കും, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥ ചിന്തിച്ചു പോയി. അപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തു. പക്ഷേ ബാക്കി കുറച്ച് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാലും നമ്മളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി അപ്പോൾ വെച്ചത്. അപ്പോൾ എന്നാലും ഇതിനകത്ത് ഇനി കൊടുക്കാൻ നേരത്ത് പറയണം, ഒന്നുകൂടെ ഒന്ന് കഴുകിയൊക്കെ ഉപയോഗിക്കാനായിട്ട്. കാരണം സമയമില്ല, നമുക്ക് പെട്ടെന്നാണ്. ഞായറാഴ്ചയാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഞായറാഴ്ച ഞങ്ങൾ ഇതെടുത്ത് വെയിലത്തിട്ടെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് വെയിലത്തിട്ടെടുക്കാനേ പറ്റുള്ളൂ. അലക്കി ഉണങ്ങിയെടുക്കാനുള്ള ടൈമില്ലായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ബസ് കയറിയിട്ടുണ്ട്. ഞങ്ങളിവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളവിടെ കൊടുത്തിട്ട് ഒരു കാരണവശാലും ആളെ നമ്മൾ കാണിക്കത്തില്ല കേട്ടോ. ആരെങ്കിലും ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഞാൻ അവരുടെ ഡീറ്റെയിൽ നമ്പറും തരാം. കാരണം ഞങ്ങളെക്കൊണ്ട് സഹായിക്കുന്നതിന് പരിധിയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ച് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ പക്ഷേ ഇതുവരെ ഞങ്ങളോട് സഹായം ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ₹1 ഇതുവരെ സഹായം ചോദിച്ചിട്ടില്ല, പൈസയായിട്ട് സഹായം ഒന്നും ചോദിച്ചില്ല. വളരെ പരമ ദരിദ്രമായിട്ടുള്ള അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ 7ാം മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന ആള് എറണാകുളത്ത് നിന്ന് ഇടുക്കി വരെ 100-120 കിലോമീറ്റർ ബസ് കയറി വന്ന് ഈ സാധനം എല്ലാം മേടിച്ചിട്ട് പോകാനായിട്ട് നാളെ അഡ്മിറ്റ് ആകാൻ നിൽക്കുന്ന ആൾ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ
അത്രത്തോളം മോശമാണ്. വിളിച്ച് കണ്ടത് ഇന്നലെ ഹോസ്പിറ്റൽ ബെഡിൽ ഞങ്ങൾ കിടന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അന്നേരം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാമായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഇച്ചാന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇച്ചാനോട് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ പോകാത്ത ഹോസ്പിറ്റലൊന്നും എല്ലായിടത്തോടെ പോയി മടുത്ത് ഞാൻ അതുപോലെ കഷ്ടതയായിട്ടാണ് ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇറങ്ങിപ്പോയാനെ. കാരണം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് കണ്ടിട്ട് കേട്ടിട്ട് എനിക്ക് അവരെ ഇങ്ങോട്ട് വരുത്താൻ എനിക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു 2 ദിവസം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയും അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ദിവസം കടന്നു പോകും, നാളെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ തിരക്ക് പിടിച്ചിട്ട് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും സമയം അയച്ചു തരാന്നാണ് ആദ്യം ഞങ്ങള് പറഞ്ഞത്, കൊറിയർ ആയിട്ട് അയച്ചു തരാന്ന്. പക്ഷെ അന്നേരം അവർക്ക് 5-6 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 3-4 ദിവസമെങ്കിലും എത്ര സ്പീഡ് പോസ്റ്റ് അയച്ചാലും ഒരു 3-4 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അത്രയും വെയിറ്റ് ചെയ്യാൻ, കാരണം ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് വരാന്ന് പറഞ്ഞത്. ഇങ്ങനെ കരയുന്ന കണ്ണിക്കൂടലിൽ 2 കണ്ണിക്കൂടെ ഒഴുകുന്നല്ലോ. അത് ഈ കണ്ണ് ഭയങ്കര ചൊറിച്ചിലാണ്. ഇതിന്റെ പൊടി ഇത് തുറന്നപ്പോഴേ നമ്മൾ ഈ അടച്ചു മൂടി കെട്ടി വെച്ചിട്ട് സാധനമൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട്. എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ശരി, കഴുകണം. കഴുകാതെ നമുക്ക് കുഞ്ഞുങ്ങളെ കിടത്താനൊന്നും പറ്റിയല്ല. എന്തായാലും അവര് അത് ചെയ്യട്ടെ. കാരണം നമുക്ക് ഇപ്പൊ അതിന് സമയം ഉണ്ടായിരുന്നു, നമ്മൾ അത് ചെയ്തിട്ട് കൊടുക്കുള്ളായിരുന്നു. നീറ്റാക്കി ഫുള്ള് അടിക്ക് തുറക്കി ഒതുക്കി നല്ല വൃത്തിയായിട്ട് കൊടുത്ത് വിടുകയുള്ളായിരുന്നു. ഇത് എമർജൻസി പെട്ടെന്ന് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറ്റുന്നത്ര സ്പീഡിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പാക്കിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കുക കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. പാക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ ശരിയാവും. നമുക്ക് ബാഗ് ഒന്നുമില്ല ഇത്രയും സാധനങ്ങൾ കൊടുത്തു വിടാൻ വേണ്ടിട്ട്. പക്ഷെ എന്നോട് പറഞ്ഞൊരു ബാഗിനകത്തുകൊണ്ട് തരണേന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എവിടെ തപ്പിട്ട് ഒരു ബാഗില്ല. പക്ഷെ ഇതൊരു കുഴപ്പമില്ലാത്ത തുണി എടുക്കാൻ പറ്റും. ഒരു ബ്ലാങ്കറ്റിന്റെ കവറാണ് മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ ഡ്രസ്സാണോ? ഇത് എന്റെ ഡ്രസ്സ് നേരത്തെ വെച്ചത്. ഇവളുടെ ഡ്രസ്സുകളും കുറെ എടുക്കുന്നുണ്ട്. അതെ അതെ, കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതെന്നാടി ഇത് വലുത് ഇതെല്ലാം കുഞ്ഞിപ്പിള്ളേരുടെ ഡ്രസ്സാട്ടോ. കുഞ്ഞിപ്പിള്ളേരുടെ പല രീതിയിലുള്ള ഡ്രസ്സുകൾ. അതായത് ആദിക്കുട്ടന്റെയും ഉണ്ട്, അന്നക്കുട്ടിയുടെയും ഉണ്ട്. അപ്പം അവർക്ക് വേറെ കുഞ്ഞു പിള്ളേരുകളുണ്ട്. അതെ, ആദിയുടെയും അന്നയുടെയും പ്രായമൊക്കെ ഉള്ള പിള്ളേരുണ്ട്. അപ്പൊ അവരെയോട് ഉദ്ദേശിച്ചാണ് നമ്മൾ എല്ലാ ഡ്രസ്സുകളും. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചാലേ മനസ്സിലാവും. നല്ല ഡ്രസ്സാണ്, നല്ല ഉടുപ്പുകളാണ് കേട്ടോ. നല്ല ഉടുപ്പ്, അന്നക്കുട്ടിയുടെ ഉടുപ്പാണ്. നമ്മൾ ഒരു പ്രാവശ്യം 3 പേർക്ക് ഒരുപോലെ മേടിച്ച ഉടുപ്പാട്ടോ. അതൊക്കെ 1-2 തവണ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തു ഇട്ടു. ഇത് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഒന്നത്തെ കാര്യം, ചൂടത്ത് നമുക്ക് അങ്ങനെ അധികം ഇപ്പൊ ഉപയോഗിക്കില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ് തോന്നുന്നല്ലേ? അല്ല, ഇപ്പഴായാലും പള്ളിയിലൊക്കെ പോകുമ്പോ ഉപയോഗിക്കാം. ഇതെന്റെ സെറ്റർ ആണ് കേട്ടോ. ഇത് സെറ്റർ ആട്ടോ. ഇതും ഇത് ആദ്യക്കുട്ടർ മേടിച്ച സെറ്ററാണ്. അത് കഴിഞ്ഞ് അന്നക്കുട്ടി ഉപയോഗിച്ചു. ഇപ്പൊ അത് അടുത്ത ആൾ ഉപയോഗിക്കാം. പക്ഷെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല പുത്തം പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം ആകെ നമ്മൾ മഴക്കാലത്ത് മാത്രമല്ലേ ഉപയോഗിക്കുന്നത്. മഴക്കാലത്ത് എപ്പോഴാ വല്ലപ്പോഴും വല്ല പള്ളി കൊണ്ടായാലും പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ അത് ഇടുന്നുള്ളൂ. അതും പെട്ടെന്ന് തന്നെ ചെറുതായി പോവുകയും ചെയ്യാം സാധനം. അതെ അതെ. ടർക്കികൾ ഇഷ്ടം പോലെ ടർക്കികളുണ്ട്. ടവലെല്ലാം കാണിച്ചിട്ടില്ല നമ്മള്. ഇവിടെയൊക്കെ ടവലാണ്. അതെ, പിന്നെ ഇത് വേറൊരു ഡ്രസ്സാട്ടോ. ഇതും അന്നമ്മയുടെ പ്രായമുള്ള ആൾക്കിടാനുള്ളതാണ് കേട്ടോ. ഇതും ശരിക്കും അന്നക്കുട്ടിക്ക് പാകമാണ്. പക്ഷെ ഞാൻ എന്നാലും എടുത്തു വെക്കുവാണ്. സാരമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അതെ ഷർട്ടുണ്ട്. ഇതൊക്കെ ഈ ഷർട്ട് ആയിട്ടുണ്ട്. ഈ ഷർട്ട് 2 ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലേ? ഇപ്പൊ ടൈറ്റ് ആയി പോയി. പക്ഷെ ഇവന് ഷർട്ട് ഇടലില്ല, നമ്മൾ ഇടിക്കാറുമില്ല അധികം. ഒരു തവണ അല്ലേ അമ്മി ഫോട്ടോ എടുക്കാനായിട്ട്? 2 ഷർട്ടാ. ഇത് മമ്മി കണ്ടിട്ട് പോലും ഇല്ല ഈ ഷർട്ട്. ഇത് കണ്ടിട്ടില്ല അമ്മി? അല്ല, ഇതങ്ങനെ ഇട്ടിട്ടില്ല. ഇതുകൊണ്ട് ഇവിടെ മൊത്തം അലങ്കോലായി കിടക്കുക കേട്ടോ. മൊത്തം തുണികളെല്ലാം വന്ന് നമ്മൾ കൂട്ടിയിട്ടേക്കാണ്. ഇവിടെ ഒരു ബോക്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നടക്കാൻ വേണ്ടിട്ട്. ഇതെല്ലാം ആദിക്കുട്ടന്റെ ഡ്രസ്സുകളാട്ടോ. ആദിക്കുട്ടന്റെ കുറെ ഉണ്ടല്ലേ? ആദിക്കുട്ടന്റെ കുറെ ഡ്രസ്സുകളുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ചെറിയ ഡ്രസ്സുകൾ നമുക്ക് കുറവാ. കാരണം നമ്മൾ അന്നക്കുട്ടിക്ക് വേണ്ടി അധികം കുഞ്ഞു ഡ്രസ്സുകൾ മേടിച്ചിട്ടില്ല. എല്ലാം ആദിക്കുട്ടന്റെ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മൊത്തം മുഷിഞ്ഞ് അലങ്കോലമായി പോയി. ആ മുഷിഞ്ഞു പോയതല്ല, നമ്മളുടെ ഒരു മാസം മുന്നേ എടുത്തൊരു അത് കൊടുക്കാനും പറ്റത്തില്ല. ഇല്ല, നല്ല സാധനങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല ഡ്രസ്സുകളാ. കാരണം ഈ നിൽക്കുന്നത് ജീൻസിന്റെ നിൽക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഒന്നാമത് കാര്യം അധികം ഇടുന്നില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കൊണ്ടുപോയി നല്ല ഡ്രസ്സാ. അതൊക്കെ ഇടാൻ പറ്റും, നല്ലതാ കേട്ടോ. പുറത്തൊക്കെ ഇടാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അല്ല, ആദ്യക്കുട്ടനും സെയിം അളവ്. അയ്യോ, ഇളക്കല്ലേ? ഇളക്കാതെ ആദ്യക്കുട്ടാ. നിന്റെ ആ ഇട്ടേക്കുന്ന ഉരിക്കട അതുകൊണ്ട് അതോടെ നമുക്ക് കൊടുത്തേക്കാം. എന്താ പറയുന്നു? ഊരുന്നോ? ഇപ്പൊ ഇതിലുള്ളത് വേണമായിരിക്കും. അതാ പ്രശ്നം. അതാ പ്രശ്നം. കൊടുക്കാനെന്ന് ചിലപ്പോ സമ്മതിച്ചെന്ന് വരികയല്ല. ഇല്ല, അവന്റെ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കുന്ന ഇഷ്ടമൊന്നും. ഇത് അവൻ അറിയുന്നില്ലല്ലോ അവനെ കൊടുക്കുവാന്നുള്ളത്. അപ്പൊ തന്നെ ടവലുകളെല്ലാം കൊറേ ടവലുണ്ട് കേട്ടോ. എല്ലാം ടർക്കികളാ. ടർക്കി
ടർക്കികളൊക്കെ സത്യം പറഞ്ഞാൽ നല്ല അത്യാവശ്യമുള്ള സാധനങ്ങളാട്ടോ. ടർക്കികൾ ഞാൻ എന്നാന്നറിയില്ല, ഇതും എടുത്ത് നമുക്കല്ല അവർക്കിപ്പോ അത്യാവശ്യം ഒരുപാട്. അല്ല ഇത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല എടുത്ത് വെച്ചത്, എടുത്ത് കളയാഞ്ഞല്ലേ. അയ്യോ എന്താ ഭാഗ്യം. കൊറേ ടർക്കികളുണ്ട്. ഇതൊക്കെ എന്താ ഉദ്ദേശം ഉണ്ടായിരുന്നു എനിക്ക് എടുത്ത് വെച്ചപ്പോ? ഉണ്ടായിരുന്നു. അയ്യോ ഇതെല്ലാം ആദിക്കുട്ടന്റെയാണ്. കൊറേ നിക്കറുകളുണ്ട്. ഇതിനകത്ത് കൊള്ളുപ്പാ, കൊള്ളിക്കണം. അതിനകത്ത് അത്ര സാധനങ്ങൾ കൊള്ളിക്കാം. എല്ലാം കൊറേ കിടപ്പുണ്ട്. പാൻറ്റൊക്കെ കുഞ്ഞായി പോയി. അത് ഈ സാധനങ്ങൾ എവിടെ കൊള്ളിക്കടി? ഈ ബെഡും സാധനങ്ങളൊക്കെ കൊറേ സോക്സുകളുണ്ട്. ഇതിനിടയ്ക്ക് ഉണ്ട് കേട്ടോ കൊറേ സോക്സ്. ഇതിലെല്ലാം കിടപ്പുണ്ട്. അതെല്ലാം വാരി അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് സത്യം പറഞ്ഞ ഇത് ഒരു തവണ ഒന്ന് അലക്കിയും കൂടെ എടുത്താൽ മാത്രമേ ഒന്ന് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇഷ്ടം പോലെ സോക്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ ഈ സോക്സ് ഉപയോഗിച്ചിട്ട് പോലും അങ്ങനെ തന്നെ ഇരിക്കും. കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന വഴിയല്ലേ അതേപടി ഇരിപ്പുണ്ട്. അതെല്ലാം വെള്ളയായോണ്ട് ചെളി പറ്റുന്നോണ്ട് അത് ഉപയോഗിക്കാതിരുന്നതാ. നമ്മളൊക്കെ ഒരു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതെല്ലാം അലക്കി റെഡിയാക്കി മടക്കി കൊടുത്തു വിട്ടേ. ഉടുപ്പതേ അന്നക്കുട്ടി ഉടുപ്പ്. നീളം കുറഞ്ഞു പോയി, വണ്ണം കറക്റ്റാ. അതെല്ലേ, നീളം കുറവാ. ഒരു ദിവസം മുന്നേ ആയിരുന്നു നമ്മൾ ഇതെല്ലാം അലക്കി റെഡിയാക്കി കൊടുക്കുള്ളൂ. പക്ഷെ ഇത് കൊണ്ടുവന്ന ആൾ എന്തായാലും അലക്കി ഉപയോഗിക്കണം. ഒരു നല്ല വെയിറ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നാണ് ഇപ്പൊ നമ്മൾ എന്തോ വള്ളി സാധനത്തിന്റെ വള്ളി എന്തോ വെളി കിടപ്പുണ്ടെന്ന്. നമുക്ക് ഭയങ്കര തുമ്മൽ പിടിച്ചു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ ഈ അലമാരിക്കകത്താണല്ലോ ഇത് അടുക്കി കൂട്ടി വെച്ചേക്കുന്ന സാധനം. ഒരു 6 മാസം ഉപയോഗിക്കാതെ കുറച്ച് ദിവസം വെച്ചാൽ മതി, അതിന്റെ മണം ഒന്ന് മാറും. ആ മണം അടിക്കുമ്പോഴേ തുടങ്ങും തുമ്മല്. അതിനോട് പറയണം പ്രത്യേകം. പിന്നെ നമ്മൾ എന്തായാലും കുഞ്ഞു കൊച്ചിനുള്ള ഉടുപ്പൊന്നും ഇല്ലെന്നാണ് കാര്യം പറഞ്ഞാൽ. നല്ല വെയിറ്റ് ആട്ടോ. ഇതൊക്കെ എങ്ങനെ എടുത്തോണ്ട് പോവല്ലേ? അല്ല എടുത്തോണ്ട് പോവല്ലോ, അവിടെ ഓട്ടോ വിളിച്ച് വണ്ടിയുടെ അടുത്തൊന്നും അല്ല, നമുക്ക് ബസ്സിൽ കയറ്റി കൊടുത്തിട്ട് അല്ല അവരെ അവിടെ ഇറക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതെ അതെ അതെ. പിന്നെ വണ്ടിക്കാരോട് പറയാവുന്ന ഇറക്കി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യാം. അതെ അതെ. അപ്പൊ ഒരു ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ബാഗിലേക്ക് ഫുള്ള് ഫീഡിങ് ഡ്രസ്സുകളാട്ടോ. ഫീഡിങ് ഡ്രസ്സ് കൊറേ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ഇട്ട് കൊറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. അതെ, വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ ഇട്ട് കൂടുതൽ ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇതെല്ലാം അത് കണ്ടോ, ഈ സിബ്, ഈ സൈഡിൽ സിബുള്ള ടൈപ്പ് ഫീഡിങ് ഡ്രസ്സുകളാണ്. ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഫുള്ള് കൊളാബ് ചെയ്ത ഡ്രസ്സുകളാ. പിന്നെ അതും അല്ലട്ടോ, എന്റെ ഈ ഡ്രസ്സ് എല്ലാം പാകമാവോന്ന് വിചാരിക്കും. എന്നെക്കാളും മെലിഞ്ഞ ഒരാളാണെന്നാണ് വീഡിയോ കോളിൽ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അതെ, അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ പാകമാകുമെന്നുള്ള കാര്യത്തിൽ പേടിക്കണം. ഒന്ന് മൊത്തത്തിൽ കൊണ്ടുവന്ന് അലക്കി ഉണങ്ങി എടുത്തിട്ട് മിക്കവാറും ഇതൊന്നും അലക്കണ്ടേ, ഇതെല്ലാം അലക്കി വെച്ചതാ. ഈ കഴിഞ്ഞ ദിവസം അലക്കി വെച്ചതല്ലേ. ഇതൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇതിന് കുഴപ്പമില്ല. ബാക്കിയുള്ള സാധനങ്ങൾ ഈ ബെഡ് പോലുള്ള സാധനങ്ങൾ അതാണ് പ്രശ്നം. ഇതൊക്കെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നല്ലപോലെ വെയിലത്തിട്ട് കഴുകാൻ പറ്റുമോ? ഇതൊക്കെ കഴുകത്തില്ല, അത് തുടച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുക്കണം. ഇതേണ്ടേ, അത് സിബില്ല, ഇതിങ്ങനെ അങ്ങനത്തെ അല്ലേ. ഓഹോ, നല്ല രസം. ഒരു ബനിയൻ ക്ലോത്ത് ആണ്, ഇടാനും നല്ല സുഖമായിരിക്കും. ബാക്കിയുള്ള ഒരു പോളിസ്റ്ററിന്റെ ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം മടക്കി ഇനി എവിടെയാണ് നമ്മൾ വെക്കുന്നത്? ഈ ബോക്സിനകത്തേക്ക് എടുക്കാൻ ക്യാമറയുടെ നമ്മുടെ സാധനം മേടിച്ച ബോക്സ്, വലിയൊരു ബോക്സ്. പക്ഷേ ഈ ബോക്സ് എങ്ങനെ എടുത്ത് വണ്ടി കയറ്റും എന്നുള്ളതാണ് അവിടെ ബുദ്ധിമുട്ട്. എവിടെ? അല്ല, ബസ്സിലോട്ട് എങ്ങനെ എടുത്ത് കയറ്റി വെക്കും? അങ്ങനെ എടുത്ത് കയറ്റി വെക്കണം. എനിക്ക് കൈമേലാതെ ഞാൻ എങ്ങനെ പൊക്കി കയറ്റി ഇനി എടുത്ത് കയറ്റി കൊടുക്കേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും ആവുകയില്ല. ഇതെല്ലാം ഈ ലഗേജ് ഇങ്ങനെ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള ബുദ്ധിമുട്ട് നോക്കാം നമുക്ക്. ഇത് മേളിൽ ഇട്ടാ മതി, ബസ്സിന്റെ ആ മേളത്തെ ഒരു തട്ട് പോലെ വണ്ടിക്കൂലി കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അത് മണ്ടേ കയറ്റി ഇടാൻ നോക്കാം. അത് സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി, മുന്നിലൊക്കെ സ്ഥലം ഉണ്ടാവുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് ഫീഡിങ് ഡ്രസ്സായിട്ട്. അല്ലാത്ത ഡ്രസ്സുകളില്ലടി, ഫീഡിങ് ഡ്രസ്സുകൾ അല്ലാത്ത ഇതിലുണ്ട്. ഈ പച്ചയൊക്കെ അത് കൂട്ടാം. അതെ അല്ലേ. ഇനി മുറ്റത്ത് ഉണങ്ങാനായിട്ട് ഇട്ടേക്ക് നീ എടുക്കാനില്ലേ കുറേ? അതെല്ലാം ഫീഡിങ് ഡ്രസ്സ് അല്ലാത്ത കൂട്ട് ഡ്രസ്സുകളാണ്. ഞങ്ങൾ മുറ്റത്ത് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയ പൊടിമയം ഉള്ളത്. പൊടിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാതെ കുറച്ച് നാളായിട്ടിരുന്നു. ബോക്സ് എടുത്തത് ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കണ കേസ് ഒന്നും വിചാരിക്കരുത്. കാരണം ഇതെല്ലാം ഇങ്ങനെ നടുക്കി പുറക്കുന്നുണ്ടാണ്. ക്യാമറയുടെ സാധനങ്ങള് ക്യാമറ എടുത്ത് കളയല്ലേ. കാരണം അതിൽ കൂടെ തുറന്നെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ ഇത് വാറണ്ടി കാർഡ് അത് പോകും. ആദ്യം വരുന്നുണ്ട് എടുക്കാനായിട്ട്. അതിൽ കൂടെ അതെ, അതുകൊണ്ട് പോയി കളിച്ചോ. ഓ, എന്റെ പിന്നെ സന്തോഷം. ഓ, അതുകൊണ്ട് തലക്കൂടെ കുത്തി ഇറക്കി ലാസ്റ്റ് പോയി കണ്ടിച്ചു പോരേണ്ടി വരും.
അതല്ല കണ്ടിച്ചോ പൊട്ടിച്ചോ കളയാലോ. അതെ. അപ്പൊ ഇതിനകത്തേക്ക് ബാഗിലേക്ക് എടുക്കാന്നുണ്ട്. ഇത് പറഞ്ഞ ഈ സാധനം ചുരുട്ടിക്കൂട്ടി ഇത് കയറ്റാൻ പറ്റുമോടി? അല്ല അത് പറ്റത്തില്ല, ഞാൻ നോക്കട്ടെ. അതല്ല സെപ്പറേറ്റ് എങ്ങനെ കൊടുത്തു എങ്ങനെയെങ്കിലും ഒട്ടിച്ച് മടക്കി എങ്ങനെയെങ്കിലും കയറ്റാൻ അത് ഞാൻ ഈ കവറെ കെട്ടിക്കോളാം. ഇതെല്ലാം കൂടെ എങ്ങനെ മാക്സിമം ഞെക്കി കൊള്ളിക്കണേ. അത് ഞാൻ കൊള്ളിക്കാം. ഇത് വേണേ ഇതിനുള്ളിൽ കയറ്റാൻ നോക്കാം. ഈ സാധനം അല്ലേ? ഇത് കൊള്ളാം. അത് ഇതൊക്കെ ഉപയോഗമുള്ള സാധനം, കൊതുകുള്ള സ്ഥലമൊക്കെ ആണെങ്കിലേ. ഇനിയിപ്പൊ പുറത്തുനിന്നുള്ള സാധനങ്ങൾ എടുക്കണം. ഇവിടെ എന്റെ കുറെ പഴയ ഡ്രസ്സുകളാണ്, പക്ഷെ ഇതൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും നല്ല രസമാണ് കാണാൻ കേട്ടോ. നല്ല രസമുണ്ടല്ലേ? മറ്റേ കെട്ടുള്ളതല്ലേടി? അരേ കെട്ടുള്ള വരുന്നതല്ലേ? അരേ കെട്ട് വരുന്നതല്ലേ? അതിന്റെ ബാക്കി എന്തി? തല എന്തി? ഇത് ഈ ബനിയൻ. ഇത് ഇതൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല നീ? ഇല്ല, ഇപ്പൊ കേറത്തുമില്ല. പ്രശ്നം ആണോ? ഇപ്പൊ കേറത്തില്ല, അന്നത്തെ തടിയല്ലല്ലോ ഇപ്പൊ. പട്ടിണി അന്ന് ഞാൻ എല്ലും കോല. അതിന്റെ ഇന്നറാട്ടോ ഈ കിടക്കുന്നത്. നല്ല കേട്ടോ, അടിപൊളി സാധനം. ഇത് ഞാന് അവർക്ക് ഒരാളുണ്ടെന്ന് പറഞ്ഞു, അതിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത്. ശരി 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 ശരി, മനസ്സിലായി. ഇതൊരു ഇത് ആദിക്കുട്ടന് കൊടുത്തത്, ആരോ കൊടുത്തതാണ്. പക്ഷെ ആദിക്കുട്ടന് ഗിഫ്റ്റ് കിട്ടിയതല്ലേ? പക്ഷേ അവന് വലുതായത്. അപ്പം എന്തായാലും നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. നമ്മുടെ തുണികൾ കൊടുത്ത് മടക്കി വെയിലത്ത് കിടപ്പുണ്ട്. പിന്നെ എന്റെ വേറെ ഡ്രസ്സാട്ടോ, നല്ല ഡ്രസ്സാ, പുറത്തൊക്കെ ഇടാം. പുറത്തൊക്കെ ഇടാൻ പറ്റുന്നതല്ലേ? ഇത് പാവാടയാണോ? പാവാട. ഇത് നല്ല രസമുണ്ടല്ലോ. ഇതും അതിന്റെ ടോപ്പ് അതല്ലേ? പാവാടയും ബ്ലൗസും. ഓക്കെ, പുറത്തിടാൻ പറ്റുന്ന ഡ്രസ്സുകൾ കുറെ നല്ല. അതും അലക്കി എടുക്കണമായിരിക്കും അല്ലേ? വെയിലത്തിട്ടെങ്കിലും കുഴപ്പമില്ല. അലക്കി വെച്ചതാ, പിന്നെ പൊടി ഉണ്ടെങ്കിൽ. ചുരിദാറാണ്. അത് ചുരിദാറാണോ? ഞാൻ ആദ്യം ഓർത്ത് ഷോളാന്ന് ഓർത്ത് കേട്ടോ. ഇത് എനിക്കിപ്പോ പാകമില്ലാതായി. നല്ല ഇത് കൊള്ളാലോ, നല്ല ചുരിദാറാ, പക്ഷെ എനിക്ക് പാകമില്ല. അതെ, വലിപ്പൊക്കെ കുറവാ. കറക്റ്റ് ആയിരിക്കും കേട്ടോ, അതിനത് കറക്റ്റ് ആയിരിക്കും ഞാൻ കണ്ടിട്ട്. അതെ, ഒരു 40 കിലോ ഉള്ള ആൾക്ക് 45 കിലോ ഉള്ള ആൾക്കിടാനായിട്ട് പറ്റിയ സാധനമാണ്. നല്ലതാ. ഇതൊക്കെ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതെ അല്ലേ? അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക്. ഇതേണ്ടേ ജീൻസിന്റെ ഒരു ഇതൊക്കെ ഇടുവോ? ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടുവോ? അതറിഞ്ഞ കൊച്ചുങ്ങൾക്ക് ഇടാം. കൊച്ചുങ്ങൾക്ക് ഇടാൻ. ശരിയാ, പ്രായത്തിലുള്ള പിള്ളേരും ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൊടുത്ത് ഒരു സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സഹായിക്കണം എന്ന് തോന്നുവാണെങ്കിൽ എന്നെ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ തരാം. അപ്പോൾ അവരെ നിങ്ങൾക്ക് നേരിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ പറ്റും. എന്തോ കല്ല് കളഞ്ഞു. അതെ, ഒരു കല്ലൂടെ കയറ്റി. കല്ല് വേണ്ട കേട്ടോ, ഒന്നാമത് വെയിറ്റ് കൂടുതലാ. വീട്ടിലും കൂടെ കൊടുത്ത് വാരി വെക്കല്ല നീ. ജീൻസ് ഒക്കെയാണ് പിന്നെ ഉള്ളത്. ഇത് ജീൻസ് ആണല്ലേ? അതും ചെറിയ ജീൻസ് അല്ലേ? ചെറിയതാ. അത് നിനക്ക് സൈസ് ഇപ്പൊ ചെറുതായിരിക്കും തോന്നുന്നില്ല കണ്ടിട്ട്. ഇത് ചെറുതാ. ഇതാ എപ്പം മേടിച്ചേ? ഇതൊക്കെ ഞാൻ പഠിച്ചോണ്ടിരുന്ന 50 കിലോ ഉള്ളപ്പോ മേടിച്ച ജീൻസ്. എല്ലായിടത്തും വെട്ടി സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു അല്ലേ? അത് ജീൻസാ അല്ലേ? അത് മറച്ചിട്ടേ ജീൻസ്. അതൊരു ജീൻസ് അല്ലേ? ഇതൊരു ജീൻസ് ആണ്. ഇതൊക്കെ ഇപ്പോൾ ചെറുതായി പോയിരിക്കുന്നു. എല്ലാം ചെറുതായി പോയല്ലേ? വണ്ണം വെച്ചിരിക്കണോ അല്ലേ? നന്നായി വണ്ണം വെച്ചിരിക്കണോ? നന്നായി അല്ല, വണ്ണം വെച്ചു. 10 കിലോ 50 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പൊ 60 കിലോയായി. അതെ. എന്റെ പൊന്നു കൊച്ച, ഈ ചെരുപ്പ് പോലും ഇടാതെ ഈ പൊരി വെയിലത്ത് നോക്കി നടക്കുന്നു. നോക്കിന്നിട്ട് ഇവിടെ 2 രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഈ സെറ്ററിന്റെ ഒന്നും സത്യം പറഞ്ഞ ആവശ്യമില്ല. എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഇതും ഒരു ജീൻസ് ആണ്. സെറ്റർ കേട്ടോ നമ്മുടേത്. ജീൻസ്. അതും ജീൻസ് അല്ലേ? ഇതും ജീൻസ് ആണ്. ഇത് കൂടെ സെറ്ററുകൾ ഇനി ഇരിപ്പില്ലേടി? ആവശ്യമുണ്ടോ അറിയത്തില്ല. എന്നാടാ ഒച്ച വെക്കാതെ? ആവശ്യമുണ്ടെ കൊടുക്കാം. ഇത്രയും കൊണ്ടോല് ഭയങ്കര പാടാ. ഈ അവസ്ഥയിൽ അതിനെ കൊണ്ട് പോകുന്നത്. എല്ലാം കൊണ്ടുവരൂ. ശരി കേട്ടോ. ആ കവറിനകത്ത് കുറച്ച് കയറ്റായിരുന്നല്ലേ? ഓക്കെ, ഞാൻ എടുത്തോണ്ട് വരാം. ഇതിലേക്ക് അടുക്കുകയാണല്ലേ? അടുക്കി വെച്ചു. മാക്സിമം അടുക്കുക. പരമാവധി വലിപ്പം പുറമേ നോക്കുമ്പോൾ വലിപ്പം കുറയണം. കാരണം ഇതിങ്ങനെ വിസ്തൃതമായിട്ട് നിന്നാലേ അതിനുള്ളിൽ വെക്കാൻ തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കയറുന്നത്രയും മാക്സിമം അത് കയറ്റി. അല്ലെങ്കിൽ പരമാവധി കവറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. സൈഡിൽ കൂടെ ഇച്ചിരി സ്ഥലമുള്ള പോലെ ആണോ? ഉള്ള സ്ഥലത്തെല്ലാം എങ്ങനെയും ടൈറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ടൈറ്റ്. വെയിറ്റ് പിന്നെ സാരമില്ല, നമുക്ക് എടുത്ത് ബസ്സൊക്കെ കയറ്റി വെക്കാം. അവിടുന്ന് അവരോട് ഇറക്കി കൊടുക്കാനും പറയാം. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ബാക്കി കാണിക്കാം. ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന സാധനമെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ തുണി ഐറ്റംസ് കഴിഞ്ഞു. അതെ, ഇതുപോലെ പെട്ടി കെട്ടിയത് ഞാൻ ഓർത്തിരിക്കുന്നത് അവിടുന്ന് കുവൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇതുപോലത്തെ പെട്ടി കെട്ടുള്ളൂ.
അതൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ ഈ പരിപാടി കാണുമ്പോൾ. പരമാവധി കൊള്ളാവുന്നത്രയും കൊള്ളിച്ച് ടൈറ്റ് ചെയ്ത് എന്തൊക്കെ വെക്കാവോ അതെല്ലാം വെച്ച് ഇനി വെച്ചാൽ ഓടി മടക്കി അങ്ങനെ തന്നെ ഇറക്കി വിട്ട് നേരെ നൂർത്തിട്ട്. അപ്പോൾ ഗൈസ് ഏതാണ്ടൊക്കെ കവർ തീരുമാനമായി അതല്ലേ. ഇനി അത് ആ പില്ലോ എടുത്ത് വെക്കാവുന്ന ഇത് ആ പില്ലോയും മറ്റേ ചെറിയ പില്ലോയും ആ പില്ലോടെ കൊള്ളും അതിനകത്ത് വളച്ച് എങ്ങനെയെങ്കിലും കൊള്ളിച്ചിട്ട് നമുക്ക് ഇൻസുലേഷൻ ചെയ്യാം. ഓക്കെ കൊണ്ടല്ലേ. ഇനി അതിനകത്ത് എന്തെങ്കിലും വെക്കാൻ പറ്റൂടി? ഇനി ആ ഒരു ഇതേ ഉള്ളൂ. ഈ സാധനം കൂടെ വെക്കണം. അതങ്ങനെ നമ്മൾ നോക്കാം. അത് വേറെ എങ്ങനെയും വെക്കാം. നമ്മൾ പറയാ ഇൻസുലേഷൻ എടുത്തോണ്ട് പോലെ ഞാനില്ലേ തെറിച്ചു പോകുന്നു. എന്നാ ഇൻസുലേഷൻ പിടിച്ചോ. അയ്യോ ഞാൻ തരാം. കിടക്കുന്നു. അപ്പോൾ നമ്മൾ ആ ബെഡ് ഇതിനകത്ത് കയറ്റും കേട്ടോ. ബാക്കിയുള്ള അതെ ഗൾഫിന് പോകാൻ ഇച്ചായൻ റെഡി ആയിരിക്കുന്നു. അതെ ചുറ്റിയ പോലെ ഉണ്ട്. അടുത്തത് നമ്മള് ഈ ബാഗിൽ ഞാൻ കൂടണോ? എത്താനാണ് ശ്രമിക്കുന്നത്. കൂട് പൊട്ടിപ്പോയ പണിയാവേ. ഓടി അങ്ങനെ പൊട്ടുപൊടി ടക്കെന്ന് സ്റ്റിച്ച് വിട്ടാൽ പണിയാവും. പിന്നെ കയ്യിലെടുത്ത് പിടിച്ചോണ്ട് നടക്കേണ്ടി വരും. കയറുമോ? സിബൊക്കെ ഉണ്ട് കാര്യം, പക്ഷെ അതിനകത്ത് ഒതുങ്ങിയില്ല പണിയാ. പൊട്ടിപ്പോടി അത് ഒരുമാതിരി ഉരുണ്ട് തടിച്ചിരിക്കുന്നല്ലേ. ചെറിയല്ല നോക്കാം. ഏതെല്ലാം ഫുൾ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ്ട് വെയിറ്റ് വെക്കാൻ വേണ്ടി പോവാണ്. വെയിറ്റ് നോക്കിയിട്ട് എത്ര കിലോ വരുമെന്ന് അറിയാൻ വേണ്ടി അതിന് വേണ്ടി കേട്ടോ, എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത് 450 ഗ്രാം ഉണ്ട്. അത് നമ്മൾ ഈ ബോക്സ് എടുത്ത് വെക്കുകയാണ്. ഈ ബോക്സ് എടുത്ത് വെച്ചപ്പം ഇത് 8 കിലോ ഉണ്ട് കേട്ടോ. ഈ ബോക്സ് 8 കിലോ ഇത് വെക്കട്ടെ. ഇല്ല ആ തുണി അത് സാരമില്ല, അവിടെ കിടന്നുണ്ടാ പറ്റത്തൊന്നും അരിയിട്ടല്ലേ. അടുത്ത ബോക്സ് എടുത്തു. അതെത്രയായി ഇപ്പൊ? അപ്പൊ 14-15 കിലോയായി. വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഈ മാറുന്നില്ല. ഒരു മിനിറ്റ് കാല് വെച്ച് അനക്കോട്ടെ. 1570 ഉണ്ട് കേട്ടോ. 15 കിലോ സാധനം. 15 കിലോ സാധനം. മറ്റേത് 1/2 കിലോ 450 ഗ്രാം അത് വരുന്നുണ്ട്. 15 കിലോ ഉള്ളല്ലേ. കണ്ടപ്പോ ഒത്തിരി തോന്നിയായിരുന്നു. കൊറേ ഉള്ള പോലെ തോന്നി. അതല്ല നമ്മള് സ്വന്തം എടുക്കുമ്പോഴും നല്ല എന്റെ ദൈവമേ സഹായിക്കാൻ വന്നതാ. ഞാൻ പേടിച്ചു പോയി. എന്നതാടാ അതിക്കോട്ടെ. ചോറ് മമ്മി വിളമ്പി വെച്ചിരിക്കുകയാണ്. സമയം പോയോണ്ട് അവനെല്ലാം കൂടെ ഉരുട്ടിക്കൊണ്ട് വേണം പോകാൻ വേണ്ടിട്ട്. സമയം ഇപ്പം 1:10 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇത് കൊടുക്കട്ടെ. കൊടുത്തതിന് ശേഷം അതല്ല കേട്ടോ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കൊച്ച് ഉണ്ടാകുന്ന ഒരു കൊച്ചിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവർ ചോദിച്ചത് അത് സത്യം പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു സാധനം ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള എന്തെങ്കിലും അതിനൊന്ന് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുന്ന പോലെ. കാരണം അത് വന്നിട്ട് അതിന് തിരിച്ച് പോകേണ്ടതാണ്. എറണാകുളത്ത് നിന്ന് വരുന്ന. അപ്പോൾ അത്രയും ദൂരം 100-120 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരുന്ന. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് ഇപ്പോൾ സമയം 1:10 2:30 ആകുമ്പോഴത്തേക്കും ബസ് ചേലച്ചോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞാൽ. അതിനിപ്പം ഞങ്ങൾക്ക് ചോറിലിട്ട് പെട്ടെന്ന് അവിടെ ചെന്ന് അതിനിടയ്ക്ക് മേടിക്കാൻ പറ്റുവാണെങ്കിൽ മേടിക്കാൻ ചെയ്യണം. മേടിക്കുകയാണെങ്കിൽ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സാധനം എല്ലാം കയറ്റി കേട്ടോ. നമ്മൾ ഇത് പിടിക്കാനായിട്ട് കുഴയാണ് പിടിപ്പിച്ചൊരു കയറിട്ട്. അപ്പോൾ ഇതിനകത്ത് കൊള്ളുമെന്ന് അറിയത്തില്ല. രാത്രി 2 കൂട്ടം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യക്കുട്ടനും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അന്നക്കുട്ടിക്കും മമ്മി ചോറ് കൊടുത്തോണ്ടിരിക്കുകയാണ്. കേറത്തില്ലേ? ആ സാധനം എടുത്ത് മേളി വേണ. മറ്റേത് അടയൂല. എൻ്റെ അമ്മേ, നമ്മൾ പ്രസവത്തിന് പോയപ്പോൾ പോലെ ഇത്രയും സാധനം ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മേ, അതാ മറ്റേ ഒരു എറണാകുളം പോകുമ്പോൾ കൊടുക്കണമെന്ന് ഓർത്ത് സാധനം അതിങ്ങതാ. എൻ്റെ അമ്മ ഇറങ്ങി ഓടി. ഇന്നിട്ട് ഇറങ്ങിയല്ല. അയ്യോ, സീറ്റിലടിച്ചോ? എന്നാ കഴിച്ചു. അടയല്ല, ആ ലോക്ക് ഇപ്പോൾ പുറത്തേക്കാണ് നിൽക്കുന്നത്. അടയല്ല പിടിച്ചേ. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ കയറ്റാം. അല്ല, സീറ്റിലേക്ക് വെച്ചാൽ പോരായിരുന്നോ? സീറ്റിൽ വെച്ച് സീറ്റ് അമങ്ങണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ അപ്പോൾ സമയം കുറച്ച് പോയി കേട്ടോ. ഇപ്പൊ തന്നെ 3 മണി 2 മണി അല്ലേ? എത്ര 1:45 കണ്ടായി. 1:45 അല്ലേ? 2:45 ആകുമ്പോൾ വരുന്ന പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ സമയം എത്തുമോ സംശയമാണ്. കടലൊന്ന് കയറണം വിചാരിച്ചിട്ട് നടക്കുമോന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കട്ടെ. ആദ്യക്കുട്ടനുണ്ട്. പാക്ക് ചെയ്ത് തന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇച്ചിരി ചോറും കൂടെ പെട്ടെന്ന് ഉണ്ട് കേട്ടോ. പിന്നെ കൊച്ചുകൂടെ അവനും കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് സമയം പോയത് തന്നെ. അതുകൊണ്ട് എടുത്താൽ ഉള്ളിലേക്ക് ഇട്ടേരെ.
അതല്ല ഇത് അതല്ലെന്നേ ഇപ്പൊ എടുത്തു വെച്ച സാധനം. ഈ എടുത്തു വെച്ച സാധനം അത് മാർക്കേടാ അതി കൂട്ടാ മാർക്കാം അമ്പ ഡിക്കി അടക്കട്ടെ. ഇനി അതിനെ ഞെക്കല്ലേ. ഇല്ല ഡിക്കി അടയ്ക്കുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ആദ്യക്കുട്ടൻ കടയിൽ ഇറങ്ങി കുഞ്ഞുടുപ്പൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കടയിൽ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ, കുറച്ച് കുഞ്ഞുടുപ്പുകൾ. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ചേലച്ചോടി വരാനാണ് അവരോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരോട് 5 മിനിറ്റുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ് വരുന്നുണ്ട്. കീരിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയെന്ന് ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതേ ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതാണ് നമ്മുടെ ഇടുക്കിയിലോട്ട് പോകുമ്പം അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത് എന്തോ ഇത് എവിടെയാണെന്ന് സ്ഥലവും തന്നെ മനസ്സിലാകാത്ത വരും. കാരണം വലിയ ബസ് സ്റ്റാൻഡ് ഇതാണോ ബസ് സ്റ്റാൻഡ് എന്ന് ചോദിക്കും. 2 ബസ് കയറ്റിയിട്ടപ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡ് നിറഞ്ഞു. ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരു ബസ് ഇതേ വരുന്ന പെട്രോളൊക്കെ അല്ലല്ല ടാങ്കർ ലോറി അവിടുന്നാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഒരു ബസ് വന്നിട്ടുണ്ട് ഗൈസ്. അതല്ലടി ഇതാ വരുന്നു. ഇതാ വരുന്നു. ദാണ്ടവർ വരുന്നുണ്ട്.